ഹലോ എവറിബഡി, വെൽക്കം ടു അനദർ വ്ളോഗ് ഓഫ് സ്മൈൽ ബ്ലിസ്. കുറേ നാളായി നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ആയിട്ട് വന്നല്ലേ. അപ്പോൾ എല്ലാവരും ഓണൊക്കെ അടിച്ച് പൊളിച്ചിരിക്കുകയാണോ? അപ്പോൾ ഞാൻ ഇവിടെ പനി പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് എക്സാം ഞങ്ങൾക്ക് ബയോളജി ആയിരുന്നു. അപ്പോൾ ബയോളജി എക്സാമിൻ്റെ അന്ന് ഞാൻ വിചാരിച്ചു, തലേ ദിവസം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന്. ബിക്കോസ് അതൊരു രസമുള്ള പരിപാടിയാവുമല്ലോ. പിന്നെ ലാസ്റ്റ് എക്സാമൊക്കെ ആയപ്പോഴത്തേനും പഠിത്തത്തിനായിട്ട് കൂടുതൽ വെക്കേഷനുള്ള എക്സൈറ്റ്മെൻറ്റ്സൊക്കെ ആയി അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു ഐ വിൽ മേക്ക് എ വ്ളോഗ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുളിച്ച് വന്ന് മുടിയൊക്കെ ചീവി ജസ്റ്റ് ഞാൻ ഈ മസ്കാരേൻ്റെ തീർന്ന ബ്രഷ് കൊണ്ട് ഐബ്രോസ് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ലിബാമൊക്കെ ഇട്ടു. പിന്നെ എക്സാമൊക്കെ ആയിട്ട് ടേബിളൊക്കെ ആകെ മിസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആദ്യം ഒതുക്കി. പിന്നെ അപ്പോൾ അത് കുറച്ച് വൃത്തിയൊക്കെ ആക്കി ഇനി പഠിക്കാൻ പോവാണ്. സോ ബയോളജി ആക്ച്വലി ഞാൻ സെക്കൻഡ് ചാപ്റ്റർ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറേ പഠിക്കാനുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ഏകദേശമൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കായിരുന്നു എക്സാം, പിറ്റേ ദിവസം ഉച്ചയ്ക്കായിരുന്നു എക്സാം. അപ്പം അതിൻ്റെ ഒരു സമാധാനമുണ്ട്. കാരണം രാവിലെ ആകുമ്പോൾ ഒക്കെ തിക്കും തിരക്കൊക്കെ ആവും, കുറേ നേരത്തെ എഴുന്നേൽക്കണം. അതിന് മുമ്പ് ഞാൻ എൻ്റെ സ്കിൻ കെയറൊക്കെ ചെയ്തു. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, ഡെയിലി അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ കുറച്ച് സ്കിൻ കെയറൊക്കെ ചെയ്ത് എല്ലാവർക്കും നല്ല ഇതാവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ വീണ്ടും നമ്മൾ പഠിക്കാൻ വന്നു. അപ്പോൾ എൻ്റെ ബിൽ ബോർഡൊക്കെ വീണു, അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ലേബറിൻ്റെ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ പഠിക്കാറ്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ബയോളജി നോട്ട് ഞാൻ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്, ഏത് ചാപ്റ്റർ എത്ര നേരം പഠിക്കും അങ്ങനെയൊക്കെ. കാരണം കുറേ പഠിക്കാനുണ്ടായിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ അത്യാവശ്യം നല്ല വലിയ ചാപ്റ്ററാണ്, ക്ലാസ് 9th പിള്ളേർക്കറിയാം. അപ്പം അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് മൊത്തത്തിൽ തലയിൽ കയറ്റാനൊക്കെ പറ്റും. പിന്നെ എന്നാലും കുറച്ച് ടൈം എടുക്കും അത്, അല്ലെങ്കിൽ ആകെ തലതിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അത് അങ്ങനെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാറുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ജസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്ര നമുക്ക് ചെയ്യാൻ പറ്റിയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുണ്ടാക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ചാപ്റ്ററാണ് പഠിച്ച് തുടങ്ങുന്നത്. കാരണം ഫസ്റ്റ് ചാപ്റ്റർ ഏകദേശം എൻ്റെ ജസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം കണ്ടൻ്റ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബയോളജി എക്സാം? ഈസി ആയിരുന്നോ, ടഫായിരുന്നോ, കുഴപ്പമുണ്ടായിരുന്നില്ല? എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിപ്പോൾ എല്ലാ സബ്ജക്റ്റ്, ബയോളജി എന്നല്ല എല്ലാ സബ്ജക്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഒരാളിനെ ഞാൻ പഠിപ്പിക്കണ പോലെ, കുട്ടികളെ പഠിപ്പിക്കണ പോലെ ആയിട്ട് ഞാൻ ഒരു ടീച്ചറായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടാണ് പഠിക്കുക. അപ്പോൾ അത് നമുക്കൊന്നും കൂടി എഫക്റ്റീവായിട്ട് ബോറടിക്കാതെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. എന്നാലും ചെയ്യാത്തവരാണെങ്കിൽ ആ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് സ്റ്റുഡൻസൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഒരു ടീച്ചറായിട്ട് അങ്ങനെ പഠിക്കുന്ന പോലെ. പിന്നെ നമ്മളൊരു 40 മിനിറ്റ്സൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പ് എടുക്കുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ ആ ബ്രേക്ക് ടൈമിൽ ഫോൺ യൂസ് ചെയ്യാതെ നമ്മൾ നമ്മുടെ പുറത്തേക്കൊക്കെ ജസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്ത് വരിക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കൊന്നും കൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഞാനൊരു 5:45 ആയപ്പോഴാണ് പഠിക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് മീൻസ് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ സ്കൈ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ എസ്തെറ്റിക് ആയിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് ഒരു 6:30 ടൈമിലുള്ള സ്കൈ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓരോ ദിവസം ഓരോ ഡിഫറെൻറ്റ് കളേഴ്സും ഒക്കെ ആയിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സ്കൈയും ഒക്കെ. പിന്നെ കുറേ കിളികളൊക്കെ അവരുടെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീനറിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് വൈബ് തരും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഈ വ്യൂ ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തതിന് ശേഷം വീണ്ടും വന്നിരുന്ന് പഠിക്കുകയാണ്. പിന്നെ അപ്പം എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഡിന്നർ നമുക്ക് കഞ്ഞിയും മുതിരിയും അച്ചാറും ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ലിൻറ്റിൻ്റെ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ മിൽക്കിൻ്റെ ഫ്ലേവർ അങ്ങനെ എന്തോ ഉള്ളൊരു ചോക്ലേറ്റാണ്. പിന്നെ ഞാൻ ഒരു വൈറ്റ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വൈറ്റ് ബോർഡിൽ എഴുതിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊന്നും കൂടി എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ജസ്റ്റ് നോട്ട് എഴുതിയിട്ടും പഠിക്കുന്നുണ്ട്. നമുക്ക് ടഫായിട്ട് തോന്നുന്ന ടോപ്പിക്സ്, അല്ലെങ്കിൽ നമുക്ക് മിസ് ക്ലാസ്സിലെടുക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതോ ആബ്സെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി
നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ഞാൻ മെയിൻലി കാണാറുള്ളത് സൈലം എക്സാമിനറൊക്കെയാണ്. പിന്നെ ഞാൻ ട്യൂഷന് പോകണില്ല, അപ്പോൾ യൂട്യൂബ് ക്ലാസ് തന്നെയാണ് ഒന്നും കൂടി എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ട്യൂഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ട്യൂഷൻ ക്ലാസ്സിനൊക്കെ നമുക്കങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞുതരും. പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്കായിരുന്നു എക്സാം. അപ്പോൾ ഞാൻ ഒരു 11:30 ആയപ്പോൾ റെഡി ആവാണ്. പിന്നെ ഞാൻ രാവിലെ മോർണിംഗ് ബസ്സിലൊക്കെ കണ്ട് ജസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മുടിയൊക്കെ കെട്ടിയിട്ട് നമ്മൾ വേഗം സ്കൂളിലേക്ക് പോവാണ്. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചു. മുദ്രയും അച്ചാറിൻ്റെ ആയിരുന്നു ലഞ്ചിന്. എന്നിട്ട് നേരെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.